കൈതോലപ്പായയിൽ പണം കടത്തിയെന്ന ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനമെന്ന് ബെന്നി ബെഹനാൻ MP. വെളിപ്പെടുത്തലിൽ DGPക്ക് പരാതി നൽകിയിട്ടും മറുപടിയില്ല. ശക്തിധരന്റെ ഫേസ്ബുക്കിൽ പറയുന്ന നേതാക്കൾ പിണറായി വിജയനും CPM നേതാവ് P. ജയരാജനുമാണെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. അഭിമാനിയുടെ ഒരു സബ് എഡിറ്ററായിരുന്ന ഒരു വ്യക്തി തന്റെ ഔദ്യോഗികമായ ഫേസ്ബുക്കിലൂടെ നടത്തിയ ഈ വെളിപ്പെടുത്തൽ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഔദ്യോഗികമായും ശ്രദ്ധയിൽ വന്നിട്ടും ബഹുമാനായ ശ്രീ മുഖ്യമന്ത്രി അതിനകത്ത് മൗനം രക്ഷിക്കും. ഞാൻ DGP കൊടുത്തൊരു കത്തിന് എനിക്ക് ഇതുവരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല. എന്റെ ആദ്യത്തെ പരാതി അതാണ്. കൈതോലപ്പായ കൊണ്ട് മറച്ചാലും മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയും ശ്രീ പിണറായി വിജയനെതിരെയും ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ മറച്ചുവെക്കാൻ കഴിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശക്തിധരൻ പറഞ്ഞിരിക്കുന്നത് വായിക്കുമ്പോൾ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് ശക്തിധരൻ ആക്ഷേപിക്കുന്ന ആളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശക്തിധരൻ പറഞ്ഞിരിക്കുന്ന സംശയം ശ്രീ പിണറായി വിജയനിലേക്കാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഞങ്ങളല്ല, കേരളത്തിൽ പൊതുസമൂഹം സംശയിക്കുന്നു. ശക്തിധരൻ പറഞ്ഞ ഈ കാലഘട്ടത്ത് എറണാകുളത്ത് വന്ന് രാഷ്ട്രീയ എതിരാളികളുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയനായി ട്രീറ്റ്മെന്റ് നടത്തിയ വ്യക്തി ആരാണ് എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയത് അത് ശ്രീ P. ജയരാജാണ്. അപ്പൊ ശക്തിധരൻ ഉന്നം വച്ചിരിക്കുന്നു P. ജയരാജനാണ് എന്ന് സമൂഹം സംശയിക്കുന്നു. ബിനോയ് വിവരങ്ങളുമായി ചേരുന്നു. ബിനോയ്, മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു പണം കടത്തൽ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയിട്ട് മറുപടിയില്ല. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം തുടരുന്നു എന്നാണ് ബെന്നി ബെഹനാൻ ആരോപിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ? തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് ബെന്നി ബെഹനാൻ ഇങ്ങനെ അഭിപ്രായം ഉന്നയിച്ചത്. അതായത് താൻ ഈ കൈതോലപ്പായിൽ പണം കടത്തുമായി ബന്ധപ്പെട്ട് SR ശക്തിധരൻ നൽകിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയിരുന്നു. അതിൽ DGP അന്വേഷണം നടത്തിയില്ല. ഈ സാഹചര്യത്തിൽ ഒരു വാക്കുപോലും DGP പറയാത്ത സാഹചര്യത്തിൽ തനിക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്കും MP എന്ന നിലയ്ക്കും മറ്റ് ഇടങ്ങളിൽ പരാതിപ്പെടാനുള്ള അവസരമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട് പരാതി നൽകും. ആദ്യം EDക്കും പിന്നീട് CBIക്കുമായിരിക്കും പരാതി നൽകുക. നിലവിലെ സാഹചര്യത്തിൽ ഈ പരാതിയുമായി മുന്നോട്ട് തന്നെ പോകും. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹം പരാമർശം തുറന്നു പറഞ്ഞതിൽ വളരെ വ്യക്തമായ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ SR ശക്തിധരന്റെ മൊഴിയെടുക്കാനെങ്കിലും തയ്യാറാകണം. അത്തരത്തിൽ തയ്യാറാകാത്ത പക്ഷം ഈ ആരോപണം ഇപ്പോഴും തന്നെ നിൽക്കും എന്നുള്ള വാദഗതിയാണ് ബെന്നി ബെഹനാൻ ഉന്നയിച്ചത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞത്, സമീപകാലത്തുണ്ടായ പല കാര്യങ്ങളിലും ഇദ്ദേഹം മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. ഈ മൗനം എന്തിനുള്ള പുറപ്പാടാണെന്ന് അവ്യക്തത നിലനിൽക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു വലിയ ആരോപണം, കൈതോലപ്പായിൽ കാശ് കടത്തി എന്ന് പറയുന്ന ആ ഒരു ആരോപണം നിലനിൽക്കുന്നു. ഒപ്പം SR ശക്തിധരന് ഭീഷണിയുണ്ട് എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇനിയും കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയും എന്നും പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം ആവശ്യമാണെന്നാണ് ബെന്നി ബെഹനാൻ പറഞ്ഞിട്ടത്. അതേസമയം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും പറയാനില്ല എന്നും അത് യൂത്ത് കോൺഗ്രസിന്റെ കാര്യമാണെന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ അത് വിവരിക്കുമെന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി. ശരി ബിനോയ്.